എല്ലാവർക്കും നമസ്കാരം. ഞാൻ സന്തോഷമാണ്. മുടിയൊക്കെ വരാണ്ടിരിക്കുന്നത്, ഉറക്കം എഴുന്നേറ്റ് വരുന്ന ഭാഗം കേട്ടോ. അപ്പം ഞാനിപ്പോൾ നടവേലാണുള്ളത്, കൽപ്പറ്റ നടവേൽ, അതായത് വയനാട് കൽപ്പറ്റ നടവേലാണ് ഞാനിപ്പോൾ ഉള്ളത്. സർവീസ് വന്നാണ്. അപ്പോൾ ഇന്നിവിടെ ഹാൾട്ടാണ്, കാരണം പണിമുടക്ക് കാരണം നമ്മളുടെ ഹാൾട്ടായിപ്പോയി. അപ്പോൾ നമുക്ക് ഈ നടവയലിൻ്റെ പ്രത്യേകതകൾ എന്താണെന്നും ഈ സർവീസ് ചങ്ങനാശ്ശേരിയിൽ നിന്ന് അയക്കുന്നതിൻ്റെ കാര്യം എന്താണെന്നും ഒക്കെ നമുക്കൊന്ന് അറിഞ്ഞു വയ്ക്കാം. ഓക്കെ, അപ്പം നേരെ നമുക്കെല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി പോകാം. ഓക്കെ, വട്ടപ്പള്ളിയിലോടാ ചേട്ടൻ്റെ പേരെങ്ങനെയാ? നമ്മുടെ സെന്റ് ആൻഡ്രീസിന്റെ ലോറി വർഷം ഇതില്ലേ, ബുക്കിംഗ് ഓഫീസില്ലേ, അവിടെ നല്ല ലോഡായിരുന്നു ഞാൻ എടുത്തോണ്ട്. അത് തന്നെ ലാലിച്ച ചായ എങ്ങനെയുണ്ട്? അടിപൊളിയാ, അടിപൊളിയാണോ? നല്ല ഗ്രാമാന്തര ചായ അല്ലേ, പുകച്ചവയുള്ള ചായ, അടിപൊളി. രാവിലെ തന്നെ തോമാച്ചൻ ചേട്ടൻ്റെ കടയിൽ വന്ന് ഒരു ചായയൊക്കെ കുടിച്ച്, അതും നേരി പുകച്ചവയുണ്ട് കേട്ടോ. അതൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പഴയ ഗ്രാമാന്തരീക്ഷമൊക്കെയാണ് ഓർമ്മ വന്നത്. മേളിൽ റബ്ബറുണ്ട്, പൊടി വീണ് നോക്കിയതാണ്, മട്ടയ്ക്ക് അതുപോലെ കിടപ്പുണ്ട്. പിന്നെ നേരെ മഞ്ഞ് മൂടിയ അന്തരീക്ഷം, നല്ല മഞ്ഞുണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഒരു അന്തരീക്ഷമാണ് ശരിക്കും പറഞ്ഞാൽ മൂടി പൊറിച്ച് കൊടുക്കാൻ പ്രേരിപ്പിച്ചു. പക്ഷെ മഞ്ഞുണ്ടെന്ന് നമ്മുടെ സെനിസാറ് പറയുമ്പോൾ ചായ കുടിക്കാൻ തനി നാട്ടുമ്പുറം, യാതൊരു സംശയവുമില്ല. ആൾക്കാരൊക്കെ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ പഴയ ആ നാട്ടുമ്പുറത്ത് നല്ല ഓർമ്മ വരും. നമ്മുടെ വണ്ടിയൊക്കെ കിടക്കുന്നത് ചുറ്റും ഇത് റബ്ബറാണ് കേട്ടോ. റബ്ബറിൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ഇതൊക്കെ നടക്കുകയാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഒരു മഞ്ഞ പൂ നിൽക്കുന്നത് അവിടെ. ഇത് കണിക്കുന്ന പൂവാണ് കേട്ടോ, വേറൊന്നുമല്ല. ഇത് കണിക്കുന്നവിടെ പോവാ. ഞാൻ വിചാരിച്ച് വേറെ എന്തെങ്കിലും ഒന്നാമത് തീരെ പൊക്കം കുറവ്, നല്ലപോലെ പൂവുണ്ട്. വേറെന്തോ പൂവാണെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ ഇത് കണിക്കുന്നതാണ്. ഏപ്രിൽ നമ്മുടെ വിഷു അടുത്ത് വരുമല്ലേ, അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോഴും എല്ലാം പൂത്ത് പോവാ. വീട്ടിൽ നിൽപ്പുണ്ട്, പക്ഷേ അത് ഇത്രയും പൂക്കത്തും ഇല്ല. ഇതിന് പൂവിന് സാധാരണ വലിപ്പം കൂടുതലുണ്ട് കേട്ടോ. സാധാരണ പൂവിനല്ലേ വലിപ്പം കൂടുതലുണ്ട്. ഇന്ന് പണിമുടക്കാന്ന് അറിഞ്ഞുകൊണ്ട് താമസിച്ച് ഇപ്പം എഴുന്നേറ്റ് വരത്തില്ലായിരുന്നു. പക്ഷേ സെൻസാറ് പറഞ്ഞു നമുക്ക് ചായ കുടിക്കാൻ പോകണ്ടെന്ന് ചോദിച്ചു. അപ്പം ചായ കുടിക്കാൻ പോകാനായിട്ട് ഇറങ്ങി കഴിഞ്ഞപ്പം ഞാൻ വെളി നോക്കുമ്പോൾ ഞാൻ നല്ല മഞ്ഞ്. ഞാൻ പറഞ്ഞു നേരത്തെ പറയണ്ടേ, നമ്മളെന്തായാലും ചാടി വീഴത്തില്ല. പക്ഷേ എന്നാ ചെയ്യാൻ, അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ പ്രകൃതിയുടെ മഞ്ഞും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര രസം തോന്നി ഇങ്ങോട്ട് ഇറങ്ങിയത്. ഞാനോട് സെൻസാറും ഉണ്ട്. ഇത് നടവലിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു സിറ്റിയാണ്. മഞ്ഞ കൊണ്ട് ഇതൊക്കെ നടക്കാൻ ഇറങ്ങിയത് ഞാനും സെൻസാറൂടെ. ഇത് ഒരുപാടുണ്ടല്ലോ സെൻസാറെ, ഒരുപാടുണ്ട്. അപ്പുണ്ടല്ലേ? അപ്പുണ്ട്. നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഈ ചങ്ങനാശ്ശേരി നടവേൽ വണ്ടി, നടവേൽ ബോർഡ് വെച്ചുകൊണ്ട് വരുന്നത് എന്ത് ആണെന്ന് വല്ല ആർക്കെങ്കിലും പിടിയാണ്? നടവേലിൽ എന്താ ഉള്ളത്? അപ്പം നടവേലിൽ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട്. ആ തീർത്ഥാടന കേന്ദ്രം കാണാൻ പോവാണ് നമ്മളിപ്പോൾ. ഒരു പള്ളിയാണ്, ആ പള്ളിയിലോട്ട് ഇപ്പം പതുക്കെ നടക്കും. പള്ളിയായില്ല, പള്ളിയിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഈ വഴിയോര കാഴ്ചകളൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടാണ് പോകുന്നത്. കവുങ്ങും തെങ്ങും ഒക്കെ ആയിട്ടൊരു തോട്ടം, നമ്മുടെ റബ്ബർ. അപ്പോൾ അങ്ങനെ നമ്മുടെ നടവേൽ തീർത്ഥാടന കേന്ദ്രത്തിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. വെളിക്രോസ് ഫൊറോനാപ്പള്ളി നടവേൽ അതാണ് ഈ പള്ളിയുടെ പേര്. ഓക്കെ, നമുക്ക് പതുക്കെ പള്ളിക്കകത്തോട്ട് കയറാം. ഭയങ്കര രസമാണ് പള്ളി കാണാൻ കേട്ടോ, അടിപൊളി. കുറച്ച് നടക്കാനുണ്ട്. ഈ ആൽബത്തിന് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ആൽബത്തിൻ്റെ പേരറിയില്ല കേട്ടോ, അതുകൊണ്ട് ഞാനെക്കുറിച്ച് വിശദീകരിക്കുന്നില്ല. ഇതൊരു കവർ ചെയ്തിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകണം. സെനിസാറ് നടന്നു. സ്ഥലം പനയൊക്കെ വെച്ചിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ.
ഇതാണ് പള്ളി. നമുക്ക് സ്റ്റെപ്പ് കയറിപ്പോ. മാതാവിൻ്റെ ക്രിസ്തു മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഒരു രൂപമാണ് ഇവിടെ. താഴെയുള്ള വ്യൂ അടിപൊളിയല്ലേ. കൽവിളക്കുകളും കുരിശും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഓരോ സ്തൂപങ്ങളുണ്ട്, ഓരോ പ്രതിമകളിങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയല്ലേ ഈ പള്ളിയാണ്. ഇതാണ് നമ്മുടെ നടവേൽ തീർത്ഥാടന കേന്ദ്രം. ഈ തീർത്ഥാടന കേന്ദ്രത്തിലുള്ള സർവീസാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബൈബിളിനെ സംബന്ധിച്ചുള്ള ഓരോ ശില്പങ്ങളും പള്ളിക്ക് ചുറ്റും ഇങ്ങനെ നിർമ്മിച്ചിട്ടുണ്ട്. നമുക്കതെല്ലാം ഒന്ന് കാണാം. മൊത്തത്തിൽ നമുക്ക് പള്ളി ഒന്ന് കാണാം. ഓക്കെ, ഈ പൂവിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയാമോ? ഈ പൂവിൻ്റെ പേരാണ് ഗ്ലോറി ബുഷ് എന്ന് പറയുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും നല്ല ഉയരത്തിൽ മാത്രമേ ഈ പൂവ് ഉണ്ടാവുള്ളൂ. അതാണ് ഈ പൂവിൻ്റെ പ്രത്യേകത. ഏതോ ഒരു രാജ്യത്തിൻ്റെ രാജ്യത്തിൻ്റെ കാര്യം പറഞ്ഞു, ഏതോ രാജ്യത്തിൻ്റെ പുഷ്പമാണിത്. ഇതിപ്പോൾ നമ്മുടെ ഇവിടെ ഈ പള്ളിയുടെ പരിസരത്തുണ്ട്. നന്നായിട്ട് പൂവ് ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് കിളുത്തിട്ടുണ്ട്. വൈകാണ്ട ഇത് പള്ളിയുടെ സൈഡ് വശമാണ്. കർശനമായി പാലിക്കേണ്ട ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇത് ഈ പള്ളിയുടെ പിൻവശത്തേക്കുള്ള ഒരു വഴിയാണ്. ഐ തിങ്ക് ഇത് പള്ളിയുടെ ബാക്ക് വശമാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം എന്ന് പറഞ്ഞാൽ പള്ളിയുടെ കൊടിമരത്തിൻ്റെ ആ ഭാഗത്തൂടെയാണ് നമ്മൾ കടന്നു വന്നത്. ഇതുണ്ട്, അടിപൊളി അന്തരീക്ഷം, ഒരു രക്ഷയില്ല. നമ്മൾ ഇത്ര ഭാഗം പള്ളിയെക്കുറിച്ചുള്ളത് അറിഞ്ഞു. ഇനി പള്ളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. അപ്പം നടവിൽ വാഹനം, അതായത് ചങ്ങനാശ്ശേരി നടവിൽ സർവീസിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം. ഈ പള്ളിയുടെ പ്രത്യേകത എന്താണ്, ഇതൊരു തീർത്ഥാടന കേന്ദ്രമാകേണ്ട കാര്യം എന്താണ്, അതിനെക്കുറിച്ചെല്ലാം കൂടെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമ്മളിപ്പോൾ പള്ളിയിൽ നിന്ന് അകന്നകന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്ലാന്റ് നഴ്സറി വമ്പം പരിപാടിയാണല്ലോ, അടിപൊളി. ഓടി പിന്നാലെ സൈൻബോർഡുണ്ട് ഇവിടെ, പനമരം നെല്ലിയമ്പം പുൽപ്പള്ളി അങ്ങനെ സൈൻബോർഡുണ്ട്. പുൽപ്പള്ളി അത് തന്നെ, പനമരം നെല്ലിയമ്പം പുൽപ്പള്ളി. ഈ കാണുന്നതാണ് നമ്മുടെ നടവയൽ. നമ്മൾ കുറച്ച് മുമ്പേ കണ്ട നടവയലിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഈ കാണുന്നതാണ് നടവയൽ. ശരിക്കും നടവയൽ ഇതാ അല്ല സനി? ശരിക്കും നടവയൽ ഇതാണ്. നാലും കൂടുന്ന ഒരു ജംഗ്ഷൻ. ഇവിടുന്ന് നമ്മൾ വന്നത് പള്ളിയുടെ ഭാഗത്തു നിന്നാണ്. ഇത് പനമരം
ഇത് നെല്ലിയമ്പം, ഇത് പുൽപ്പള്ളി. നമ്മുടെ വണ്ടി കിടക്കണം. ഗജവീരം, നമ്മുടെ ഗജവീരം. ഇത് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പറ്റിയുള്ള സ്ഥലം. നമ്മുടെ KSRTC ബസ്സറിനൊക്കെ കിടപ്പുണ്ട് അവിടെ. സാധനം മേടിക്കാം. ഇത് സൺലേട്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടി ചങ്ങനാശ്ശേരി ഇങ്ങോട്ട് ഇവിടെ വന്നിട്ടില്ല എന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നേരം തന്നെ ചങ്ങനാശ്ശേരി ഡിപ്പോയിട്ട് വിളിച്ച് ചോദിക്കുകയും അതിൻ്റെ കാര്യം എന്താണെന്ന് അറിയും. അത് കൊണ്ടുവരാനുള്ള എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുന്നത് സൺലേട്ടൻ. ശരിയാണോ? മാസ്ക് ഒന്ന് മാറ്റിക്കുക. ഇതാണ് സൺലേട്ടൻ എന്ന് പറഞ്ഞ ആള്. അപ്പോൾ നമ്മളിപ്പം KSRTC അതുപോലെ തന്നെ റൂമിൻ്റെ താക്കോൽ ഇവിടുത്തെ ഭിത്തിയിലാണ് തൂക്കിയിടുന്നത് എന്ന് പറഞ്ഞാൽ ആരും എടുക്കാനൊന്നും വരണ്ട കേട്ടോ. അത് നടപടിയുള്ള കാര്യമല്ല. അപ്പം അതുപോലെ എല്ലാ കാര്യങ്ങളും നമുക്കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പം ഞങ്ങൾക്ക് വേണ്ടി ഫുഡാണെങ്കിൽ പോലും ഇപ്പോൾ അറേഞ്ച് ചെയ്യാനുള്ള തയ്യാറാണ് അദ്ദേഹം. ഇപ്പം ഞാനിപ്പം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. ഇപ്പം നമുക്കറിയാം പള്ളിയെക്കുറിച്ചുള്ള വിവരങ്ങളാണ്. സ്ഥലം നമ്മുടെ ഈ പള്ളി ഇപ്പം നടവൽ തീർത്ഥാടന കേന്ദ്രമാണല്ലോ. അതെന്താണ് അങ്ങനെ വരാനുള്ള കാര്യം? പള്ളിയുടെ ചരിത്രത്തെക്കുറിച്ച് എന്തെങ്കിലും രണ്ടു വാക്ക് സംസാരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കുടിയേറ്റ മേഖലയാണ്. നമ്മുടെ കുറവളങ്ങാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോട്ടയം കുറവലങ്ങാട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള പള്ളിയാണ് നമ്മുടെ ഇത്. ഉണ്ണീശ്വരന്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഉണ്ണീശ്വരന്റെ നാമത്തിലുള്ള പള്ളിയാണ്. ഇപ്പം ഇവിടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിന്റെ ആൾക്കാർ എന്ത് വിശ്വാസത്തിന് പുറത്താണ് ഇവിടെ വരുന്നത്? ഉണ്ണീശ്വരനോടുള്ള സ്നേഹവും വിശ്വാസം. അതായത് നമ്മുടെ കോവിഡ് കാലമല്ലായതെങ്കിൽ ഇത് നല്ല ഇപ്പം നമ്മുടെ കുറവളങ്ങാട് പള്ളിയിൽ പോകുന്ന അതേ കണ്ടീഷനിൽ മാത്രം ആൾക്കാർ ഉണ്ടായിരുന്നു. ഓ അത് ശരി. അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള വിഷമങ്ങൾ പറഞ്ഞാൽ ഉണ്ണീശ്വര കേൾക്കും. അപ്പം വെളിപ്പുറത്തുണ്ട്. ഓ അത് ശരിയാ. അപ്പോൾ ഒരുപാട് ആൾക്കാർ വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. കോവിഡ് ആയതുകൊണ്ടാണ് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അല്ലേ? നമ്മുടെ ഈ ചങ്ങനാശ്ശേരി നടവേൽ സർവീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? എനിക്ക് നല്ല അഭിപ്രായം. പറഞ്ഞോളൂ. എങ്ങനെയാണ് നല്ല അഭിപ്രായം? അതായത് ഇവിടെ കൂടുതലും കുടിയേറ്റ മേഖലക്കാരുള്ളത് കോട്ടയം, ചങ്ങനാശ്ശേരി ആ ഭാഗത്തു നിന്നാണല്ലേ? അതിപ്പം അവിടെ ഞങ്ങൾ രാവിലെ ചായ കുടിച്ച ചേട്ടൻ പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരാന്ന് പറഞ്ഞു, വട്ടപ്പള്ളിക്കാരാന്ന് പറഞ്ഞായിരുന്നു. മരങ്ങാട്ടുപള്ളി, കോട്ടയം, അങ്ങനെ പാല, അങ്ങനെ ആണ് ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ അല്ലേ? ഓക്കെ. അപ്പം വളരെ സന്തോഷം ഇത്രയും കാര്യം ഷെയർ ചെയ്യാനും. ഓക്കെ. സലസാറിന്റെ ചേട്ടൻ്റെ വീട് എവിടെയാ ശരിക്കും പറഞ്ഞാൽ? എൻ്റെ വീട് ഞങ്ങൾ മരങ്ങാട്ടുപള്ളി എന്ന് പറഞ്ഞു. അത് ശരി. ഫാമിലിയായിട്ട് സെറ്റിൽ ഇവിടെ? ഫാമിലി അല്ല, കാർന്നന്മാരായിട്ട്. എല്ലാവരും ഉണ്ട് ഇവിടെ. ഓക്കെ. ശരി. താങ്ക് യു. ശരി. ഇത് നമ്മുടെ നടവേലുള്ള തയ്യക്കടയാണ്. അപചാരിതമായിട്ടാണ് ഞങ്ങൾ സംസാരിച്ചപ്പം എനിക്കൊരാൾ കിട്ടിയിട്ടുണ്ട്. എൻ്റെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരാളാണ്. ഇദ്ദേഹമാണ് അദ്ദേഹം. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് റോയ്. നാട്ടിലെവിടെ ശരിക്കും താമസം? ഞങ്ങൾ ചെത്തിപ്പുഴയാണ് ശരിക്കും താമസം. പക്ഷെ മാമ്പൂട്ടി താമസിച്ചിട്ടുണ്ട്, നടക്കപ്പാടത്ത് താമസിച്ചിട്ടുണ്ട്, അങ്ങനെ കുറേ നാലിന്താക്കെ താമസിച്ചിട്ടുണ്ട്. അത് ശരി. ഞാലിയാവഴി താമസിച്ചിട്ടുണ്ട്, തോട്ടക്കാട് താമസിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? പെരുമ്പനച്ചി താമസിച്ചിട്ടുണ്ട്. അത് ശരി. ശരിക്കും പേരെങ്ങനെ? എൻ്റെ പേര് റോയ് തോമസ്. വീട്ടുപേരെങ്ങനെ? അവിടെ മുട്ടത്തുവർക്കിയുടെ ഫാമിലിയാ. ഓ അത് ശരി. ഓക്കെ. ഇപ്പം യലങ്കുന്ന് പള്ളി എന്ന് പറയുന്നതും നടക്കിപ്പാടം എന്ന് പറയുന്നതും മാമ്മൂട് എന്ന് പറയുന്നത് ചെത്തിപ്പുഴ എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും എന്ന് പറയുന്നത് എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. തന്നെ അല്ല, നടക്കിപ്പാടും ഈ ഏലങ്കുന്നും എന്ന് പറയുന്നത് എൻ്റെ വീട് തൊട്ടടുത്ത പ്രദേശമാണ്. അപ്പം ഏതായാലും ഇവിടെ ഒന്ന് ചേട്ടനെ കണ്ടു. പങ്കിപ്പുറത്താണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആണല്ലേ? പങ്കിപ്പുറത്താണ് പള്ളിയുടെ മുമ്പിൽ. ഓ നമ്മുടെ ഓക്കെ. മനസ്സിലായി. ഓക്കെ. ഏതായാലും ഇവിടെ വന്ന് ചേട്ടനെ കാണാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഞാൻ പ്രതീക്ഷിക്കാതെ കണക്ക് ഒരുപാട് നമ്മുടെ നാട്ടുകാർ ഒരുപാട് പേരുണ്ട്. ഓക്കെ. ഞങ്ങളുടെ ശ്രമഫലമായി ഈ ബസ് ഇവിടേക്ക് വന്നതല്ലേ? ഈ സർവീസ് ഇവിടെ വന്നത് തന്നെ ഈ ചേട്ടനെ പോലുള്ളവരാകും നമ്മുടെ അവിടെ നിന്ന് കൂടിയൊരു പാർട്ടി ഇവരുടെയൊക്കെ ശ്രമഫലമായിട്ടാണ് ഇങ്ങനെ സർവീസ് ഇവിടെ തുടങ്ങിയതാണ് അല്ലേ? ഓക്കെ. ഈ സർവീസ് എല്ലാ ദിവസവും വരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം ശ്രമിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ. ശരി ചേട്ടാ, ഇനിയിപ്പം നമുക്ക് ഇനിയും വരാം, ഇനിയും കാണാം. താങ്ക് യു.
അതൊക്കെ നേരായിക്കുവാ. നമ്മുടെ ഈ സർവീസ് എത്ര മണിക്കാണ് ചങ്ങനാശ്ശേരി തുടങ്ങുന്നത്? രാവിലെ 8 മണിക്ക് ആലപ്പുഴ പോകും. ആലപ്പുഴ 8:50 നേരെ നടവേലി പോയി വെച്ചിട്ട് ചങ്ങനാശ്ശേരി കോട്ടയം വഴി നേരെ തൃശ്ശൂരിൽ നിന്ന് പിന്നെ 2:30 അവിടുന്ന് പോരും. 2:30 ശരി, ഓക്കെ. കോട്ടയം എത്ര മണിയാകുമ്പോൾ വരും? കോട്ടയത്ത് 10:15 പോരും. 10:15 അല്ലേ? പിന്നെ നമ്മൾ തൃശ്ശൂർ എന്ന് പറയുമ്പോൾ 2:30 അല്ലേ? കോഴിക്കോട് 6 മണിക്ക് 6:10 പോരും. ഓക്കെ ഓക്കെ. പിന്നെ നടവേലി ഒരു 9 മണിയാകുമ്പോൾ വരും. അങ്ങനത്തെയാണ് താമരശ്ശേരി ചുരം വഴി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നടവേൽ ഒരു 9 മണിയാകുമ്പോൾ എത്തും. 9:30 എത്തും. എത്തും. ഇപ്പൊ നമ്മൾ വരുന്നത് കുറ്റ്യാടി വഴിയാണ്. അപ്പൊ ഒരുപാട് ചുറ്റുമുണ്ട്, നല്ല കയറ്റവും ഒക്കെ ഇറക്കമൊക്കെ ആയതുകൊണ്ട് രാമപുര വഴിയുള്ള റോഡ് ഭയങ്കര ഇടുക്കും ഒക്കെ ഉള്ളത് കാരണം പിന്നെ സിംഗിൾ റോഡ് ആയതുകൊണ്ട് ഒരു കാരണവശാലും വാഹനങ്ങൾ ഓവർടേക്ക് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ വിളിച്ചാലും 10 മണി 11 മണിയൊക്കെ അവിടെ വരുമ്പോൾ അല്ലേ? 10 മണി കഴിയുമ്പോൾ വരുമ്പോൾ തിങ്കളാഴ്ച ശനിയാഴ്ചയും റോഡ് തിരക്കാൻ വേണ്ടി താമസിക്കുക. തിങ്കളാഴ്ച ശനിയാഴ്ചയാണ് റോഡ് നല്ല തിരക്കാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ഒരു 5:30 ആകുമ്പോൾ കോഴിക്കോട് വരും. ഞായറാഴ്ച 5:30 ആകുമ്പോൾ കോഴിക്കോട്. കോഴിക്കോട് 5. ഞായറാഴ്ച പിന്നെ പൊതുവെ ആ റോഡ് തിരക്ക് കുറവായിട്ട് നമ്മൾ സമയത്ത് ഓടിയെത്തും അല്ലേ? ഓക്കെ. 5:45 6:00 ഓക്കെ. 5:45 വരുന്നില്ല ഈ ശനിയും വെള്ളിയും ശനിയൊന്നും. ഓക്കെ. നിങ്ങൾ ഞായറാഴ്ച നേരത്തെ 5:30 ആകുമ്പോൾ വരും. ഓക്കെ. ശരി. അപ്പം ഓക്കെ. താങ്ക് യു സനി. താങ്ക് യു സോ മച്ച്. പറഞ്ഞ പോലെ സെനിയെ ഞാൻ പരിചയപ്പെടുത്തിയില്ലല്ലോ അല്ലേ? സെനി എന്ന് പറയുന്നത് ചങ്ങനാശ്ശേരിയിലെ ഡ്രൈവറാണ്. നേരെ മറിച്ച് അതുപോലെ അതിനെക്കാട്ടിലും വലിയൊരു പരിചയം എന്ന് പറയുന്നത് സെനി ഇങ്ങോട്ട് നോക്കിയേ. തിരുവല്ല ബാംഗ്ലൂരിൽ ഞാനും സെനിയും കൂടെ ഒന്ന് പയറ്റിയതാണ്. തിരുവല്ല ബാംഗ്ലൂർ ഞങ്ങൾ ഓടിക്കൊണ്ടിരുന്ന കേട്ടോ. അങ്ങോട്ടുള്ള പരിചയമാണ് ഭാഗ്യത്തിന്. ഇപ്പം ഇതിനകത്ത് DC ആയിട്ടാണ് സെനി പോകുന്നത്. ഞാൻ ഡ്രൈവറായിട്ട് വന്നു. അപ്പം ഞങ്ങളിങ്ങനെ പോകുന്നു. ഇനിയിപ്പോൾ ഇന്നിവിടെ ഹാൾട്ടാണ്. ഹാൾട്ട് എന്ന് പറയുമ്പോൾ പണിമുടക്കിൻ്റെ പേരിൽ നമ്മളിവിടെ പണിമുടക്ക് കാരണം നമ്മളിവിടെ വണ്ടി ഓടാൻ പറ്റാത്ത സ്റ്റേജിലാണ്. കാരണം വണ്ടി ഓടിക്കഴിഞ്ഞാൽ നഷ്ടമായിരിക്കും. ഒറ്റ മനുഷ്യൻ കാണത്തില്ല. വെറുതെ വണ്ടി ഓടിച്ചോല്ല എന്നുള്ളത്. പിന്നെ വേറെ കാര്യം, അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി അയക്കാത്ത കാരണം ഇവിടെ നിന്ന് അങ്ങോട്ട് വണ്ടി പോയിട്ടും വലിയ കാര്യമൊന്നുമില്ല. 2 വണ്ടി ഒരുമിച്ചായപ്പോൾ ഇവിടെ നഷ്ടമായിരിക്കും. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഞങ്ങളിന്ന് ഇവിടെ സ്റ്റേ ആണ്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഇപ്പോൾ കണ്ടു കാണും അല്ലേ? എന്താണ് നടവേൽ എന്നുള്ളത്, നടവേലിലേക്ക് വണ്ടി സർവീസ് അയക്കുന്നതിൻ്റെ കാര്യം ഇപ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഒന്ന്, നമ്മുടെ ചങ്ങനാശ്ശേരി, കോട്ടയം, പാല ആ ഭാഗത്ത് കുടിയേറ്റക്കാരെ അവിടെ നിന്നുള്ള ഒരുപാട് ആൾക്കാർ ഇവിടെ പാർത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉണ്ണീശോയുടെ പള്ളികൾ കുറവല്ലേ? ഉണ്ണീശോയുടെ പള്ളികൾ കുറവാണ്. അതുപോലെ ഇവിടെ പ്രധാനമായിട്ടുള്ളത് ഉണ്ണീശോയുടെ ഒരു പള്ളിയാണുള്ളത്. അതൊക്കെയാണ് ഇവിടെ പ്രത്യേകത. അതൊരു വലിയ തീർത്ഥാടന കേന്ദ്രമാണെന്ന് തന്നെ അവിടെ പറയാം. കാരണം അവിടെ തമിഴിലും കന്നഡയിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. അതൊരു പക്ഷേ ബോർഡർ ആയതുകൊണ്ടായിരിക്കാം. പക്ഷേ ഒരുപാട് സന്ദർശകരുണ്ട്. ഈ കോവിഡിൻ്റെ കാലം ആയതുകൊണ്ടാണ് സന്ദർശകർ ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കുറവലങ്ങാട് പള്ളി പോലെ തന്നെ ഇപ്പം ഭയങ്കര തിരക്ക് വരേണ്ട ഒരു സമയമാണിപ്പോൾ അല്ല സനി? അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ വയനാട്ടിലെ വിശേഷങ്ങൾ. മറ്റെന്തെങ്കിലും വിശേഷങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ പിന്നാലെ ഞാൻ ഇടാം. അപ്പം ഉച്ചയ്ക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ സർപ്രൈസ് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ ശരി, ഒരു ഹായ് പറഞ്ഞേ. ഹായ്. ഓക്കെ. അപ്പം എല്ലാവർക്കും ഇനി അടുത്ത വീഡിയോ കാണുന്നത് എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ.